Welcome to Quantum Mechanics, Part 32, Ehrenfest Theorem. നമുക്കറിയാം, ഒരു ക്ലാസിക്കൽ ഫിസിക്സിൽ പാർട്ടിക്കിൾ ലോക്കലൈസ്ഡാണ്. അതിനൊരു കൃത്യമായ പൊസിഷനും മൊമെൻറ്റും ഒക്കെ ഉണ്ട്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം വളരെ വ്യക്തമായിട്ട്. ന്യൂട്ടോണിയൻ ലോസ് ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ മൊമെൻറ്റം, പൊസിഷൻ ഇതെല്ലാം കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാം. പക്ഷേ അറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ കേസിൽ ഇത് സാധ്യമാകുന്നില്ല. അത് നമ്മുടെ ബ്രെയിനിൻ്റെ സൈസും അതിൻ്റെ സൈസും ഇത് എല്ലാം കൂടെ ചേരാഴിക കൊണ്ടാണ്. അവിടെ നമ്മൾ വേവ് പാക്കറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഒരു വേവ് പാക്കറ്റ് ഈസ് ദി ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് പാർട്ടിക്കിൾ ഇൻ ക്ലാസിക്കൽ ഫിസിക്സ്. ഏൺഫസ്റ്റ് പറയുന്നത്, നമുക്കറിയാം ക്ലാസിക്കൽ ഫിസിക്സിൽ മൊമെൻറ്റം P ഈക്വൽസ് മാസ് ഇൻറ്റു വെലോസിറ്റി, MV. വൺ ഡയമെൻഷൻ കേസ് എടുത്താൽ എക്സ് ഡയറക്ഷൻ എടുത്തു കഴിഞ്ഞാൽ P ഈക്വൽസ് M ഇൻറ്റു dx/dt. ഇതുപോലെ ഒരു പൊട്ടൻഷ്യൽ ഫീൽഡിൽ, ഇപ്പോൾ ഗ്രാവിറ്റി, ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്, ഇതൊക്കെ പൊട്ടൻഷ്യൽ ഫീൽഡുകളാണ്. ഈ പൊട്ടൻഷ്യൽ ഫീൽഡിൽ ഒരു പാർട്ടിക്കിളിന് കിട്ടുന്ന ഫോഴ്സ് F ഈസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. ന്യൂട്ടൺസ് ലോ അനുസരിച്ച് F ഈക്വൽസ് dp/dt. അത് ഇത് ഫീൽഡ് ഈസ് കൺസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ചെയ്യുന്ന വർക്ക് നമുക്ക് തിരിച്ച് കിട്ടും. ഒരു കല്ല് മുകളിലോട്ട് എറിയാൻ നമ്മളാണ് വർക്ക് ചെയ്യുന്നത്, കല്ല് താഴോട്ട് വരുമ്പോൾ നമുക്ക് ആ വർക്ക് തിരിച്ച് കിട്ടും. അത്തരം ഫീൽഡിനെ ഈ കൺസർവേറ്റീവ് ഫീൽഡ് എന്ന് പറയാം. ഫ്രിക്ഷൻ കൺസർവേറ്റീവ് അല്ല. അവിടെ ചെയ്യുന്ന വർക്കല്ല അന്നേരം തന്നെ സ്പെൻഡ് ചെയ്ത് പോവുക. അപ്പോൾ കൺസർവേറ്റീവ് ഫീൽഡിൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ആശയം നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഫിസിക്സുകാർ. സത്യത്തിൽ അങ്ങനെ ഒരു സംഗതി ഇല്ല. പൊട്ടൻഷ്യൽ എനർജി, പൊട്ടൻഷ്യലും സങ്കല്പമാണ്, പൊട്ടൻഷ്യൽ എനർജിയും സങ്കല്പമാണ്. പക്ഷേ ഇപ്പോൾ ഒരു സ്പ്രിങ് കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ ടെക്നിക്കലായിട്ട് ഫിസിക്സിൻ്റെ ലാംഗ്വേജിൽ പറയുക. സത്യത്തിൽ നമ്മൾ അങ്ങോട്ട് ചെയ്ത വർക്ക് കൊണ്ട് അതിനെ ഒതുക്കി നിർത്തിയിരിക്കുക. ഇത് റിലീസ് ചെയ്യുമ്പോൾ അതിനകത്ത് ഉണ്ടായിട്ടുള്ള ഇലാസ്റ്റിക് റെസ്റ്റോറിങ് ഫോഴ്സാണ് ഇതിനെ തിരിച്ചു കൊണ്ടുവരുന്നത്, റിലീസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഫിസിക്സിൻ്റെ ലാംഗ്വേജ് സൗകര്യത്തിനും തിയറി ഡെവലപ്പ് ചെയ്യാനും എല്ലാം പൊട്ടൻഷ്യൽ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ V ആണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഫോഴ്സ്, ദാറ്റ് കൺസർവേറ്റീവ് ഫോഴ്സ് F ഈക്വൽസ് ന്യൂട്ടൺസ് ലോ അനുസരിച്ച് dp/dt, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. അത് പൊട്ടൻഷ്യലിൻ്റെ നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ആണെന്ന് സ്ഥാപിക്കാം. ഇപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫീൽഡിലും ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എല്ലാം കൺസർവേറ്റീവ് ഫീൽഡ്, അങ്ങനെയുള്ള ഫീൽഡിൽ ഈ ഫോഴ്സ് പൊട്ടൻഷ്യലും കൂടെ കണക്റ്റ് ചെയ്യാം. നമ്മൾ പറയുന്നത് ഫോഴ്സ് ഈസ് ദി നെഗറ്റീവ് ഓഫ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ്. ഗ്രേഡിയൻ്റ് എന്ന് പറയുമ്പോൾ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിക്കാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഒരു പൊസിഷനിൽ നിന്നും മറ്റൊരു പൊസിഷനിലേക്ക് പോകുമ്പോൾ, അതായത് ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ക്വാണ്ടിറ്റി ഉണ്ടാവും. അതിൻ്റെ മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്റ്റ് ടു പൊസിഷൻ, അതിനാ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഭൂമിക്ക് മുകളിൽ ഗ്രൗണ്ട് ലെവലിൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിക്ക് ഒരു വാല്യൂ ഉണ്ട്. മുകളിലോട്ട് പോകുമ്പോൾ ഈ പൊട്ടൻഷ്യൽ മാറി മാറി വരും. നമ്മൾ h ഹൈറ്റിൽ സ്മോൾ r ഹൈറ്റിൽ പൊട്ടൻഷ്യൽ U2, ഗ്രൗണ്ട് ലെവലിൽ അവിടെ പൊട്ടൻഷ്യൽ U1 ആണ്. അപ്പോൾ അവിടുത്തെ പൊട്ടൻഷ്യൽ V1, ഗ്രൗണ്ട് V1, മറ്റൊരു ലെവലിൽ V2 എങ്കിൽ ഈ രണ്ട് ലെവലും തമ്മിലുള്ള അകലം സ്മോൾ r എന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് സർഫസിൽ നിന്നും സെക്കൻഡ് സർഫസിലേക്ക് പോകുമ്പോൾ പൊട്ടൻഷ്യൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ടോട്ടൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ V2 - V1.
എങ്കിൽ ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു പൊസിഷൻ എന്ന് പറഞ്ഞാൽ V2 - V1/R. ഈ ആറ് നമുക്കങ്ങ് കുറയ്ക്കാം, ഡെൽറ്റ ആർ എന്നിരിക്കട്ടെ. അപ്പോൾ ഡെൽറ്റ V2 - V1 ഈസ് ഡെൽറ്റ V/ഡെൽറ്റ ആർ. ഈ റേറ്റ് ഓഫ് ചേഞ്ചിൻ്റെ മാക്സിമം വാല്യൂ, അതിനാ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. ഈ മാക്സിമം വാല്യൂ എന്ന് പറയുമ്പോൾ ഈ രണ്ട് സർഫസസിനെ ലിങ്ക് ചെയ്യുന്ന പെർപെൻഡിക്കുലർ പാത്തിൽ കൂടെ പോകണം. ചരിഞ്ഞ പാത്തിൽ കൂടെ പോകുമ്പോൾ ഡെൽറ്റ ആർ കൂടും. അപ്പോൾ ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറയുമ്പോൾ ഡെൽറ്റ ആറിന് മിനിമം വാല്യൂ ഉള്ള പാത്ത്, അത് ഈ രണ്ട് സർഫസിൻ്റെയും പെർപെൻഡിക്കുലറാണ്, ഒരു സിമെട്രിക് ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ ഡയറക്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവോൾവായി. ഏത് ഡയറക്ഷനിലാണ് പെർപെൻഡിക്കുലർ ഈ റേറ്റ് ഓഫ് ചേഞ്ച് മാക്സിമം ആകുന്നു എടുത്ത് പറഞ്ഞു, അത് ആ പ്ലെയിനിന് പെർപെൻഡിക്കുലറാണ്. അപ്പോൾ അവിടെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ എന്നുള്ള ഡയറക്ഷൻ കോൺസെപ്റ്റ് അവിടെ കയറി വന്നു. അതുകൊണ്ട് പൊട്ടൻഷ്യൽ സ്കെയിലർ ആണെങ്കിലും, വർക്ക് തന്നെ പൊട്ടൻഷ്യൽ സ്കെയിലർ ആണെങ്കിലും, അതിൻ്റെ ഗ്രേഡിയൻറ്റ് dV/dr, 1 ഡയമെൻഷനാണ് dV/dx, അത് വെക്ടറാണ്. കാരണം അവിടെ ഡയറക്ഷൻ ഇൻവോൾവാണ്. മാക്സിമം വാല്യൂ ഓഫ് ദി റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുമ്പോൾ ഈ സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് പോകണം, ഷോർട്ടസ്റ്റ് പാത്തിൽ കൂടെ പോകണം. അതുകൊണ്ട് dV/dr ഒരു വെക്ടറാണ്. ആ വെക്ടർ മറ്റൊന്നും അല്ലാതെ ഗ്രാവിറ്റേഷൻ, ആ ഫീൽഡിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിന് ഈക്വലാണ്. അതാണ് പറയുന്നത് എ കൺസർവേറ്റീവ് ഫോഴ്സ്, സ്ട്രെങ്ത് ഓഫ് എ കൺസർവേറ്റീവ് ഫോഴ്സ് ഈസ് ദി നെഗറ്റീവ് ഓഫ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ്. നെഗറ്റീവ് വരുന്നത് ഇൻ്റർനാഷണൽ സൈൻ കൺസെപ്റ്റ് അനുസരിച്ച് കൊടുത്തിട്ടുള്ള. അതിനെപ്പറ്റി ഇപ്പം ഞാൻ വിശദമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അതിന് സമയം പോകും. അതൊക്കെ വേറെ പോസ്റ്റിങ്ങിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, മറ്റു പോസ്റ്റിങ്ങുകളിലൊക്കെ. അപ്പോൾ F = dV/dr. ഡോ എന്നെഴുതാം. മറ്റു ഫങ്ഷൻസിനെയൊക്കെ, വേരിയബിൾസിനെയൊക്കെ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പാർഷ്യൽ ഉപയോഗിക്കണം. dV/dr അല്ലെ -dV/dr. അപ്പോൾ F = -dV/dr. എഫ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺസ് അനുസരിച്ച് dP/dt, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. ചുരുക്കത്തിൽ dP/dt = -dV/dr. ഇതാണ് ക്ലാസിക്കൽ ഫിസിക്സിലെ ഒരു ഫോർമുല. അതിന് മുമ്പ് ഞാൻ പറഞ്ഞത് ഇത് പൊട്ടൻഷ്യൽ ഫീൽഡിൽ പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പം അപ്ലൈ ചെയ്യുന്ന ലോയാണ്. മറ്റൊരെണ്ണം ഞാൻ പറഞ്ഞത് മൊമെൻറ്റം P = m/v. V ഈസ് dx/dt അല്ല ജനറൽ കേസ് അല്ല dr/dt. പെർട്ടിക്കുലർ കേസ് എക്സ് ഡയറക്ഷൻ മാത്രം എടുത്താൽ dx/dt. അപ്പോൾ മൊമെൻറ്റം P = m/dV/dt. അതുപോലെ ഫോഴ്സ് dP/dt = -dV/dr അല്ല dV/dx. ഇതാണ് ക്ലാസിക്കൽ തിയറിയുടെ സംക്ഷിപ്തം ഡൈനാമിക്സിൽ. ഇത് അതേപടി ക്വാണ്ടം മെക്കാനിക്സിൽ കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം. കാരണം ഇവിടെ പൊസിഷനും മൊമെൻറ്റത്തിനും കൃത്യതയില്ല, സർട്ടനിറ്റി ഇല്ല. അതുകൊണ്ട് ഏൺഫസ്റ്റ് പറയുന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പെക്റ്റേഷൻ വാല്യൂസ് ഡിഫൈൻ ചെയ്തു. വാട്ട് വി എക്സ്പെക്ട് യൂസിങ് പ്രോബബിലിറ്റി തിയറി. അത് ഞാൻ പ്രത്യേകം ഒരു പോസ്റ്റിംഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രോബബിലിറ്റി തിയറി അനുസരിച്ച് ഉള്ള എക്സ്പെക്റ്റേഷൻ വാല്യൂ, അത് ക്ലാസിക്കൽ ഇപ്പോൾ എക്സിൻ്റെ പൊസിഷൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ ക്വാണ്ടം മെക്കാനിക്സിൽ പറയുന്നത് പാർട്ടിക്കിളിൻ്റെ, ക്ലാസിക്കൽ ഫിസിക്സിൽ പാർട്ടിക്കിളിൻ്റെ സന്ദർഭം കേസിന് പറയുന്ന എല്ലാ റൂളും, ഡൈനാമിക്സിലെ എല്ലാ ഇക്വേഷനും ക്ലാസിക്കൽ ഫിസിക്സിൽ പറയുന്നത് ക്വാണ്ടം ഫിസിക്സിലോട്ട് മാറ്റുമ്പോൾ അവിടെ പൊസിഷൻ പറഞ്ഞെടുത്ത് ഇവിടെ എക്സ്പെക്റ്റേഷൻ വാല്യൂ പറയണം. അപ്പോൾ P = mv അല്ല m/dx/dt എന്ന് പറയുമ്പോൾ ക്വാണ്ടം മെക്കാനിക്സിൽ അതിൻ്റെ ഇക്വലൻറ്റ് P = m/d/dt ഓഫ് എക്സിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ, m dx/dt, where x is the expectation value. അപ്പോൾ
അതുപോലെ ഫോഴ്സ് ഡി പി ബൈ ഡി ടി, അവിടെ വരുന്ന പി എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് പി ആർ ഈക്വൽസ് എം ഇൻറ്റു ഡി വി മൈനസ് ഡി വി ബൈ ഡി ആർ അല്ല ഡി എക്സ്. അപ്പോൾ ക്ലാസിക്കൽ ഫിസിക്സിലെ പാർട്ടിക്കിളിന് പറയുന്ന ഒബ്സർവബിൾ ക്വാണ്ടിറ്റി അതേ ന്യൂട്ടോണിയൻ ലോ ഉപയോഗിച്ച് ക്വാണ്ടം മെക്കാനിക്സിൽ അപ്ലൈ ചെയ്യാം, പ്രൊവൈഡഡ് the particle quantities are here replaced by their expectation values, and the spread of the wave packet is not much large. വേവ് പാക്കറ്റിൻ്റെ വലിപ്പമാണ് പൊസിഷൻ്റെ അൺസർട്ടൻറ്റിയെ നിശ്ചയിക്കുന്നത്. വേവ് പാക്കറ്റ് വലുതാകും തോറും പാർട്ടിക്കിളിൻ്റെ ഇക്വലൻ്റ് വേവ് പാക്കറ്റ് ക്വാണ്ടം മെക്കാനിക്സ്. വേവ് പാക്കറ്റ് കൂടുതൽ സ്പ്രെഡ് ഉണ്ടെങ്കിൽ പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ അത്രയും അൺസർട്ടൻറ്റി ഉണ്ട്. ആ പാക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട സ്പേസിൽ എവിടെയെങ്കിലും ആയിരിക്കും പാർട്ടിക്കിൾ എന്നേ പറയാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് എക്സ് ക്ലാസിക്കൽ ഫിസിക്സ് എക്സ് സെർട്ടൻറ്റിയോടെ പറയുമ്പോഴും ക്വാണ്ടം മെക്കാനിക്സിൽ എക്സ് എക്സ്പെക്റ്റേഷനാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ പി ഈക്വൽസ് എം ഇൻറ്റു എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എക്സിൻ്റെ ഡിഫറൻഷ്യൽ ഡി എക്സ് ബൈ ഡി ടി. അത് എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റേഷൻ വാല്യൂസ് ഇപ്പോൾ ഇതൊക്കെ ക്ലാസിക്കൽ ഫിസിക്സിലെ ഇക്വേഷനാണ്. പി ഈക്വൽസ് എം വി അല്ലെ എം ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. ഇവിടെ ക്വാണ്ടം മെക്കാനിക്സ് വരുമ്പോൾ ഇത് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് മൊമെൻറ്റം ഈക്വൽസ് മാസ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് പൊസിഷൻ. ഇതുപോലെ ഡി പി ബൈ ഡി ടി ഓഫ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് മൊമെൻറ്റം, ഇത് ഫോഴ്സാണ്. ക്ലാസിക്കൽ ന്യൂട്ടൺ കോൺസെപ്റ്റ് അനുസരിച്ച് ദിസ് ഈസ് ഫോഴ്സ്, ദറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ്. ഞാൻ പണ്ടായ മനുഷ്യനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡി വി ബൈ ഡി എക്സ് എന്നോ ഡോ വി ബൈ ഡോ എക്സ് എന്നൊക്കെ എഴുതാം, അത് കുഴപ്പമൊന്നുമില്ല, തിരിച്ചു മാറും. അപ്പോൾ ഇത് രണ്ടും ക്ലാസിക്കൽ മെക്കാനിക്സിലെ ഇക്വേഷൻ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിന് വേണ്ടി ഇങ്ങനെ എഴുതാം എന്ന് ഏൺഫസ്റ്റ് സ്ഥാപിച്ചു. അതാണ് ഏൺഫസ്റ്റ് തിയറം. അപ്പോൾ ഏൺഫസ്റ്റ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ഒബ്സർവബിൾസ് in microscopic scale will obey Newtonian mechanics with the difference that expectation values are used. Examples: expectation value of momentum equals m into dx by dt, where x is the expectation value of position. അതുപോലെ expectation value or dp by dt equals minus dv by dr, where p is the expectation value of momentum, that is Newton's force equation. So observables like position, momentum, force, etc. are expressed in the same way as Newtonian formulation in classical physics, with the difference that expectation values are used in the form in the concerned equations in quantum mechanics. ഇതാണ് ഏൺഫസ്റ്റ് തിയറത്തിൻ്റെ എസൻസ്. ഇത് നിങ്ങളുടെ ആവശ്യത്തിന് ഇത് രണ്ടേ ആവശ്യമുള്ളൂ. അപ്പോൾ എ പാർട്ടിക്കിൾ മൂവിങ് ഇൻ എ പൊട്ടൻഷ്യൽ ഫീൽഡ് വി ഓഫ് എക്സ്, എക്സിൻ്റെ നമ്മൾ വൺ ഡയമെൻഷൻ എടുക്കുന്നത് എക്സിൻ്റെ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്തത് ആ പൊട്ടൻഷ്യൽ. അപ്പോൾ എക്സ് മാത്രം എടുത്താൽ വി ഓഫ് എക്സ് പൊട്ടൻഷ്യൽ. അപ്പോൾ എ പാർട്ടിക്കിൾ മൂവിങ് ഇൻ എ പൊട്ടൻഷ്യൽ ഫീൽഡ് വി എക്സ് ഒബേസ് classical laws in the form p equals m into dx by dt and dp by dt equals minus dv by dx, where classical quantities, momentum, position, etc. are used in quantum mechanics with their expectation values, and
അൺസർട്ടൻറ്റി ഈസ് നെഗ്ലിജിബിൾ. ഇതാണ് ഏൺഫസ്റ്റ് തിയറം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അൺസർട്ടൻറ്റി കുറച്ച് ഇഗ്നോർ ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഈ ന്യൂട്ടോണിയൻ ഇക്വേഷൻസ് നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിലും ഉപയോഗിക്കാം. ഇതാണ് ഏൺഫസ്റ്റ് തിയറത്തിൻ്റെ എസൻസ്. ഇനി നമുക്കിതിൻ്റെ പ്രൂഫുകളുണ്ട്. അത് ഞാൻ ഓരോ ക്വസ്റ്റ്യനായിട്ട് ചർച്ച ചെയ്യും. ഇക്വേഷൻ ഓഫ് മോഷൻ ചർച്ച ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കയറും. ഞാൻ പല രീതിയിൽ ഇതിൻ്റെ പ്രൂഫ് തരാം. For the time being, thank you.